ഞങ്ങളിന്ന് കുഞ്ഞെ കാണാൻ പോവുകയാണേ. പോകുന്ന വഴിയൊക്കെയാണ് കാണിക്കുന്നത്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, കൊള്ളാമോ? ഇത്തിരി തോനെ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഉറക്കമായിരുന്നു, എഴുന്നേറ്റില്ല. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി അമ്മ എടുത്തു വെച്ചാണ് തോന്നുന്നു. കൊള്ളാം, നല്ല സ്ഥലമാണ്. അങ്ങനെ ഞാൻ എണീറ്റമ്മയുടെ മടിയിലായിരുന്നു. എഴുന്നേറ്റ് കുറച്ച് ഞാനിതെവിടാ പോകുന്നത്? എന്നെ ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നതൊക്കെ ഉണ്ടല്ലോ. എന്നാലും കൊള്ളാം. ഓ, എനിക്കിഷ്ടപ്പെട്ട് കുഞ്ഞെ കാണാൻ പോവാ. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും കുഞ്ഞായിട്ട് കാര്യമൊക്കെ വേണം. അങ്ങനെ അപ്പവും അമ്മുമായിട്ടൊക്കെ പോവാണ്. ഇത്തിരി ദൂരമുണ്ട്. എനിക്ക് യാത്ര പോകാനത് ഇഷ്ടമാണ്. നല്ല സ്ഥലം. ഇവിടെ ഭയങ്കര ചൂടുണ്ട്. കൊള്ളാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇതെന്തോ ഇത് കാറ്റാടിയുടെ സാധനങ്ങളാണെന്നോ തോന്നുന്നു. അമ്മ ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഇത്രയും വലുതോ, നല്ല രസമുണ്ട് കാണാൻ. ഒത്തിരി വലുതാണല്ലോ. അപ്പം ഇച്ചിരി ബ്ലോക്കൊക്കെ വന്നു. അങ്ങനെ കുറച്ചു നേരം അത് കാണാൻ പറ്റി. പിന്നെ കുഞ്ഞയുടെ കോളേജ് എത്താറായി. ഇവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോഴാണ് കുഞ്ഞയുടെ കോളേജ്. കുറച്ച് പോകണം കിട്ടാം. അല്ല, മുട്ടൻ കോളേജാണ് എനിക്കിഷ്ടപ്പെട്ടു. അവിടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, കുറേ ചേച്ചിമാരെയൊക്കെ കണ്ടു. അങ്ങനെ കുഞ്ഞയുടെ കോളേജ് എത്താറായി. ഇവിടെ എത്താണ്ട് കുഞ്ഞാ പഠിക്കുന്നത്. ഞാൻ കുഞ്ഞെ വിളിച്ചോണ്ട് വരും. അപ്പുതോ പോകുന്നു. എന്നെ അകത്തോട്ട് കൊണ്ടുപോയില്ല. കുഞ്ഞ് വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്, ചിരിച്ചോണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോയോ? ഇറങ്ങി വന്നേ, എന്നെ പൊക്കിയെടുത്തേ. ഞാൻ ഉറക്കപ്പിച്ചിലായിരുന്നു. എന്നാലും കുഞ്ഞെ പൊക്കിയെടുത്ത് ഉമ്മയൊക്കെ തന്ന് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താട്ടി ഒക്കെ തന്നു. ഇച്ചിരി ജാടയൊക്കെ ഇട്ട് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങി. കുഞ്ഞ് വന്ന കുഞ്ഞ് ടാറ്റയൊക്കെ കാണിക്കുന്ന വീഡിയോയിൽ കുഞ്ഞ് ഭയങ്കര അത് കഴിഞ്ഞപ്പോൾ പ്ലെയിൻ വന്നിറങ്ങുന്ന കാണിച്ചെന്നമ്മ. നല്ല രസമുണ്ട്. കുറച്ചു നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഷോപ്പിങ്ങിനായിട്ട് പോയി. ഇവിടെയും വന്നപ്പോൾ ഷോപ്പിംഗ് മുട്ടായിട്ട് അത് ഞാൻ വായിലാക്കി. കയ്യിലെല്ലാം പറ്റിയല്ലോ. ഇനി എന്ത് ചെയ്യും? ഇവിടെയും ഷോപ്പിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്ന് ആ വണ്ടിക്കകത്തിട്ട് എന്നിട്ട് ഓരോന്നും ഇങ്ങോട്ട് പറക്കി വണ്ടിക്കകത്തോട്ടിരുന്നു. ഇരുന്നില്ലല്ലോ. ഇങ്ങോട്ട് വാ ഇത്. കിട്ടി. ഇങ്ങോട്ട് വാ. രണ്ട് പിടിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മേളിൽ പോയി ബോളെടുത്തിട്ട് രക്ഷപ്പെടോ ബില്ലടിക്കാതെ പോവാൻ നോക്കിയതാ. ചേച്ചി പൊക്കി എന്നാ ബില്ലടിച്ചിട്ടേ പോവാൻ പറ്റത്തും. പോണം വെളിയിലോട്ട്. വിടുന്നില്ലല്ലോ. ഇനി ബില്ലടിച്ചാലേ പറ്റത്തോളൂ. ഇവിടൊക്കെ കറങ്ങി നിൽക്കാം. എന്നിട്ട് വരുമ്പോൾ വരെ അടിച്ചിടാം. 2 ബോളുണ്ടല്ലോ. ഇതിൻ്റെ ബോള്. പിന്നെ ഇവിടെ എല്ലാം കാഴ്ചകളൊക്കെ ചൂടെടുത്തപ്പോൾ ഉടുപ്പ് കളഞ്ഞ് വണ്ടി കയറിയപ്പോൾ ഞാൻ വണ്ടിയിൽ ഡിക്കിയിലിരിക്കുക. എനിക്ക് അവിടെ ഇരിക്കണം, അതാണ് ഇഷ്ടം. നമ്മൾ ഒത്തിരി സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വലിച്ചു വാരിയിടാനാണ് ഞാനീ പോകുന്നത്. വണ്ടി കുലുങ്ങുന്നതുകൊണ്ട് കറക്റ്റ് കയറിയിരിക്കാനും പറ്റുന്നില്ല. അവിടെ പാത്രമൊക്കെ ഇരിക്കുന്നു. എൻ്റെ ബോള് തന്നില്ലല്ലോ. അങ്ങനെ കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഇനിയിപ്പോൾ ഇങ്ങോട്ടിറങ്ങാൻ കുറച്ച് നേരം. ഇതാട്ടോ കുഞ്ഞ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. ഇവിടെയാ കുഞ്ഞ് വരുന്നത്. അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി കണ്ട് നല്ല രസമുണ്ടല്ലേ കൂട്ടുകാരെ. പിന്നെ എനിക്ക് KFC കയറി പോപ്കോണൊക്കെ മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവിടത്തപ്പോൾ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് കുഞ്ഞ് എനിക്ക് മേടിച്ച് വെച്ചിരുന്നേ. അങ്ങനെ അതും തിന്ന് കുറച്ച് നേരം ഇരിക്കാം. എനിക്ക് പറ്റിയ സാധനം തന്നെ, കുഞ്ഞു സാധനം. അങ്ങനെ ബൈ പറഞ്ഞ് കുഞ്ഞെ പോവാറായി. ഇങ്ങോട്ട് ചിരിച്ചാണൊക്കെ അങ്ങോട്ടും ചിരിച്ച് പോട്ടെ. ബൈ കുഞ്ഞാ. കുഞ്ഞാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കാനായിട്ട് ഞാനും അപ്പവും കൂടെ പോകുക. അപ്പു ബാഗ് പിടിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചോണ്ട് പോകണം. അപ്പു അങ്ങനെ ഞാനും അപ്പവും കൂടെ ഞാനാ പിടിച്ചെന്ന് എല്ലായിടത്തും പറയാമല്ലോ. അങ്ങനെ അപ്പൂൻ്റെ മേടിച്ച് ഞാൻ പിടിക്കുക. അങ്ങനെ കുഞ്ഞയുടെ കോളേജിനകത്തോട്ട് ഹോസ്റ്റലിൻ്റെ അവിടെ കൊടുക്കാം.
ഞാനാട്ടോ പിടിച്ചോണ്ടോന്ന് അപ്പുമല്ല. നല്ല വെയിറ്റ് ഉണ്ടാ. ഇതാരാ? പിന്നെ ഞാൻ കുരുത്തക്കേട് തുടങ്ങി. അവളൊക്കെ മണ്ണിൽ കളിക്കാൻ. ഇത് മണ്ണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ അപ്പു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. വരുന്നില്ലല്ലോ കുഞ്ഞാ. എവിടെ പോയി? ഞാൻ ചേച്ചിമാരുടെ അടുത്ത് പോയി സംസാരിക്കാം. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഓ മീനേനെ ഞാൻ. ഈ കുഞ്ഞ വരുന്ന ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്തോ? കിട്ടിയാ മതിയായിരുന്നു. എന്തോ അത്? അപ്പു എന്നെ പിടിച്ചിട്ടുണ്ട് വീഴാതിരിക്കെ. എന്തുവാ അത്? പിന്നെ അവിടുത്തെ സ്കൂൾ ബസ് അവിടെ കിടക്കുന്നത് ഉണ്ട്. ഞാൻ അതിനെ വശത്ത് പോവുകയാ. ഞാൻ ഒട്ടിക്കണമെന്നാണ് പോകുന്ന വിചാരം. കണ്ടു. വലിനെ വിടിച്ച് കയറട്ടെ. കയറി. ഞാനാട്ടോ ഈ വണ്ടിയുടെ ഡ്രൈവർ. എല്ലാവരും കയറിക്കോ, ഞാൻ കൊണ്ടാക്കാം. അത് കഴിഞ്ഞപ്പോൾ ബൈ ബൈ പറയാനുള്ള സമയം. അങ്ങനെ കുഞ്ഞേക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എത്തിയേക്കാൻ നോക്കി. കുഞ്ഞങ്ങ് പോന്നടം വേറെ നോക്കി നിന്ന് അങ്ങനെ പോയി. ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇനി നാളെ കാണാം. എല്ലാവരും ഈ വീഡിയോ കാണണേ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.